when the Holy Spirit comes on you. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ 32:15 വാക്യമാണ് ഞാനിതിനു വേണ്ടി എടുക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടുമുള്ള അവസ്ഥ എന്തെന്ന് വ്യക്തമായിട്ടും യെശയ്യാ പ്രവാചകൻ 32 എഴുതിയിട്ടുണ്ട്. ആ ഭാഗം വായിക്കാൻ പോവാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റി, അതായത് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി ഹാവ് ആസ് ക്രിസ്ത്യൻസ് ടുഡേ ഈസ് ടു സീക്ക് ദ പവർ ആൻഡ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ചോദിച്ചു വാങ്ങിക്കണം. അത് എല്ലാ പ്രാർത്ഥനയിലും ഞങ്ങൾ ഈ വചനം ഇപ്പം എടുക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നവരോട് പറയും, പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഒരു ജെൻറ്റിൽമാനാണ്. പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുകയല്ല, നമ്മുടെ കൂടെ ഇരിക്കുന്നതായിട്ട് കാണുന്നിടം വരെ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വചനത്തിലോട്ടോ ഞങ്ങളുടെ ആവശ്യങ്ങളിലോട്ടോ കയറത്തുള്ളൂ. കാരണം നമ്മൾ തന്നെ വെറുതെ ഇരുന്നിട്ട് സമയം കളഞ്ഞിട്ട് ആവശ്യമില്ല. അതെല്ലാവരും സമൂഹമായിട്ട് പല മീറ്റിങ്ങിന് ഇരിക്കാറുണ്ട്. ബട്ട് വി ആർ ഡിഫറെൻറ്റ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തി എല്ലാ പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രഭാത പ്രാർത്ഥന ചെല്ലുമ്പോഴേ ഞാൻ ന്യൂയോർക്കിൽ ടൈംസ് സ്ക്വയർ ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളി ഞാൻ പോയായിരുന്നു. അവിടെ ആഫ്രിക്കൻ അമേരിക്കൻസ് ഏറ്റവും കൂടുതൽ വരുന്നത്. 4 സർവീസ് ഒരാഴ്ച നടത്തും. ഒരു ദിവസം 4 സർവീസ്, ഓരോ സർവീസിലും 2000 പേര് വെച്ച് കാണും. എന്തൊരു ക്രൗഡാണെന്ന്. ഞാൻ ഐ നോട്ടീസ് വൺ തിങ്, ഇവർ ആരാധന തുടങ്ങുന്നതിന് മുൻപേ ആഫ്രിക്കൻ അമേരിക്കൻ 100 പേരാണ് സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്നത്. അവർ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ വന്ന് കമന്ന് കിടന്നവർ പ്രാർത്ഥിക്കുന്നത് കാണാം. അത് കഴിഞ്ഞിട്ടാണ് ഒരു ആരാധന തുടങ്ങുന്നത്. അപ്പം ഞാൻ മനസ്സിലായിരിച്ചു എന്തുമാത്രം പ്രിപ്പറേഷനോട് കൂടിയാണ് ദൈവത്തെ വിളിച്ചത്. അതുതന്നെയാണ് പ്രഭാത പ്രാർത്ഥനയുടെ ഉപയോഗം. അതുപോലെ തന്നെയാണ് നമ്മൾ സഭകളിൽ മീറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് അവരൊന്നിച്ചുകൂടി ഇവിടെ ഈ തിരുവല്ലയിൽ സ്റ്റേഡിയത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ്. ഇവർ അത് പെന്തക്കോസ്തുകാർ നമ്മളവിടെ അന്നേരം നടക്കാൻ പോകും. രാവിലെ അവരൊരു കൂട്ടം 5-8 പേർ ഒന്നിച്ച് വന്നിട്ട് ആ സ്റ്റേഡിയം മുഴുവനും നടന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ നടക്കാറുണ്ടോ? നമ്മുടെ ഒരു കാര്യം എടുക്കും, കർത്താവ് ഇത് നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് നിൻ്റെ വേലി കെട്ടിത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ചെയ്യണം. പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യണം. അത് മറക്കരുത്. നമ്മൾ സ്വയബുദ്ധിയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പക്ഷേ സ്വയബുദ്ധി ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ചെയ്യുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എൻജോയ് ദ ഫേവർ ആൻഡ് ദ ബെനഫിറ്റ്. വായിക്കാൻ പോവാണ് യെശയ്യാ പ്രവാചകൻ 37:2. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ വചനം ശ്രദ്ധിപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറേ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയില്ല. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ. വസ്ത്രം മുരിഞ്ഞ് നഗ്നരാകുവീൻ. അരയിൽ രട്ടുകെട്ടുവീൻ. രട്ടുടുത്ത് ഉപവാസ പ്രാർത്ഥന ദൈവം പറയാം. ചിന്തയില്ല. നമ്മുടെ ബുദ്ധി മന്ദിപ്പിക്കുന്നതും പിശാച. ചില കാര്യം അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ ആൺമക്കൾ എന്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്ന് ഞാനിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. പണ്ടത്തെ കാലത്ത് പുരുഷന്മാരെന്നാൽ നമ്മൾ സമ്മതിക്കുന്നില്ലെന്ന് ഓർക്കണം. 2 സൈഡും പറയണം. ചിലർ ബേസിക്കലി ക്വയറ്റാണ്. പക്ഷേ എന്നാലും ക്വയറ്റാണെങ്കിലും ഒരു സിംഹത്തിൻ്റെ അധികാരം അവർക്കുണ്ട്. ഉറക്കെ സംസാരിക്കുന്നതിലല്ല ഞാനീ പറയുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഈസ് ഹൂ ഈസ് ദ ഹെഡ്. കാര്യങ്ങൾ വീട്ടിൽ നടത്തുന്നത് ആര്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞൊരു വെളിപ്പാട്. അതാ പറയുന്നത്, ഇപ്പോഴത്തെ ആൺമക്കളും പെൺമക്കളും ഓസ്ട്രിച്ചിൻ്റെ ക്യാരക്ടറാണ്. ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവമാണെന്ന്. ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് കർത്താവ് തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഒട്ടകപ്പക്ഷി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനത് പല പ്രാവശ്യം ചെയ്തു, എന്താണ് ഈ അപ്പോൾ ഞാൻ ഒട്ടകപ്പക്ഷിയെക്കുറിച്ച് എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒട്ടകപ്പക്ഷിയുടെ ഒരു പ്രത്യേകത, ഒട്ടകപ്പക്ഷിക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷി എന്ന് പറയുന്നെങ്കിലും സത്യം പറഞ്ഞാൽ അത് പറക്കത്തൊന്നുമില്ല. അതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബേർഡാണ് ബേർഡ്സിൽ. അതിന് പറക്കാനൊക്കത്തില്ല. അതുപോലെ വലിയ ശരീരമുണ്ട്, നീണ്ട ഒരു 2 കാലുമുണ്ട്, ചിറക് ചെറുതുമാണ്. സോ ഈ കനോട്ട് ഫ്ലൈ. പക്ഷേ ഇത് നല്ല സ്പീഡിൽ ഓടാൻ സാധിക്കും. ഓടുക എന്ന് പറയുന്നത് മാച്ച് ചെയ്യാനൊക്കത്തില്ല, അതുപോലത്തെ ഓട്ടമാണ്. മസിൽസ്, കാലിൻ്റെയൊക്കെ മസിൽസ് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ വലിയ കണ്ണുകളാണ്. അതുകൊണ്ട് ദൂരേന്ന്, വലിയ ബുദ്ധിയൊന്നുമില്ല, പക്ഷേ ദൂരേന്നുള്ളത് ഇതിന് കാണാൻ സാധിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടാനൊക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഓസ്ട്രിച്ചിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നോക്കിയപ്പം അതിനകത്ത് എഴുതി ഓസ്ട്രിച്ചിന് അല്ലെങ്കിൽ ഒട്ടകപക്ഷിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ
പിന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല. അതായത് മക്കളെ മുട്ടയിട്ടേച്ച് കുഞ്ഞുങ്ങളുണ്ടാകുന്ന അവരതിനെക്കുറിച്ച് പറയത്തില്ല. തന്നെത്താൻ അത് ജീവിച്ചെങ്കിൽ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കരുതൽ കൊണ്ട് എവിടെയാണെങ്കിലും അത് ജീവിച്ചു വരുന്നു എന്നുള്ളത്. കുറച്ചൊക്കെ ചത്തും പോകും. പക്ഷേ അത് വാട്ട് ദേ ഡു ഈസ് ദാറ്റ് അവരെപ്പോഴും അവരുടെ നീണ്ട കഴുത്താണ്, അവരുടെ തല മണ്ണിനകത്തോട്ട് കുത്തിവെച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ദേ തിങ്ക് ദാറ്റ് അതിനകത്ത് തല കുത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യവും നടക്കുന്നതാണ്. ദേ കാൺ ടേക്ക് റെസ്പോൺസിബിലിറ്റി. അതാണ് ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകത. അത് തന്നെയാണ് ഇപ്പോഴത്തെ പുരുഷന്മാർക്ക്. ദേ തിങ്ക് അവർക്ക് ഓടാനും ചെയ്യാനൊക്കെ കഴിവുള്ളവരാണ്. പക്ഷേ അവരുടെ തല ഈ മണ്ണിനകത്ത് കയറ്റി വെച്ച് അവർ എല്ലാം നടക്കുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ല. ഇപ്പം കർത്താവിനെ കാണിക്കുന്നു ഈ ഒട്ടകപ്പക്ഷി എല്ലാത്തിനും അപ്പച്ചൻ സ്വർഗത്തിൽ നിന്ന് ഈ സ്വഭാവങ്ങളെ അതിനെല്ലാം തീ കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ട് ഇവർക്ക് പുതിയ ശക്തി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, നമ്മളെല്ലാം സ്ത്രീകളെന്നാണ് വിളിക്കുന്നത്, സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇപ്പോഴത്തെ കാലത്ത്. ചിന്തയില്ലാത്തവരെ നിങ്ങൾ ഉണരുവിൻ, നമ്മളെ രട്ടുടുക്കുവിൻ, മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളികളെയും ഓർത്ത് നിങ്ങൾ മാറത്തടിച്ച് കരയണമെന്ന് നമ്മളോട് പറയുകയാണ് ദൈവം. പുരുഷന്മാർക്ക് പുരുഷത്വം കിട്ടാൻ, അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷത്വം കിട്ടാൻ വേണ്ടി മാറത്തടിച്ച് കരയണം. എന്താ? നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാൻ. ഉല്ലസിച്ച് ജോയ്ഫുൾ ഹൗസ്, സന്തോഷിക്കേണ്ട ഭവനങ്ങളിൽ സങ്കടങ്ങളാണ് ഇപ്പം കാണുന്നതെന്ന്. അരമന ഉപേക്ഷിക്കപ്പെടുന്നു, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീർന്നു, കുന്നും കാവൽമാളിയും സദാകാലത്തെയും ഗുഹകളായും വസിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായിരുന്നു. കഴുതകൾ വന്ന് താമസിക്കാനും മുള്ളും പറക്കാരെയുമായിട്ട് പണ്ട് കാലങ്ങളിലെ ഉന്നത പദവിയിലിരുന്ന കുടുംബങ്ങൾ നശിച്ചുകൊണ്ട് പോകുന്നു. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്തോ ഒരു സത്യം. യങ്ങർ ജനറേഷൻ ഓടിപ്പോകുന്നു, പ്രായമുള്ളവർക്ക് ബോധമില്ല, ആർക്കിവിടെയൊന്നും ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, മനുഷ്യർക്ക് സമൂഹമായിട്ടൊന്നിട്ട് നന്മ ചെയ്യാൻ സാധിക്കുന്നു. ഇതിൽ കൂടുതൽ ഇതിനെന്താണ്? കറക്റ്റല്ലേ? അന്ന് എഴുതി വെച്ചത് നമുക്ക് പറ്റിയതല്ലേ? മുറയിട്ട് കരയുക, നെഞ്ചത്തിട്ട് കരയുവീൻ, ഇരട്ടുടുക്കുവീൻ എന്നാ ദൈവം പറയുന്നത്. എന്തിനാണ്? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. എന്തിനാ കരേണ്ടത്? ഇതെല്ലാം ശരിയാക്കാൻ എന്നല്ല പറയുന്നത്. ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് ദിവസം തന്നു കഴിഞ്ഞിരിക്കുക. പക്ഷേ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഇത് വളരുന്നില്ല എങ്കിൽ ഒട്ടകപ്പക്ഷിയെ പോലെ കുറച്ച് വീർത്ത് കെട്ടി ഭക്ഷണം കഴിച്ച് ഉപവാസം കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഒരു ഗുണവും ഇല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ് ഈ ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവം അറിയിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പുറത്ത് സ്റ്റേറ്റ്സിലോട്ട് പോകാൻ വേണ്ടി 2 മാസം ഞാൻ കുഞ്ഞുങ്ങളെ കാണാൻ പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് നേരത്തെ ഇരുന്ന്. കാരണം എന്താ? ഒരു തീരുമാനം ഞാൻ എടുത്തു. ഐ വിൽ ഡൂ ഇറ്റ് നോ മാറ്റർ വാട്ട്. എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ വചനം എടുക്കുകയാണ്. വചനം എടുത്ത് ദൈവത്തോട് കൂടെ നിന്ന് സാവ് പറയുന്ന വചനങ്ങൾ എഴുതി ഞാൻ ആത്മാവിൽ കണ്ടു കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് അനേക കുടുംബങ്ങൾക്കൊരു പ്രകാശമാണ്. നമ്മളോട് ദൈവം പറയുന്നത് ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവോളം. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിവസം വന്നു കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ദിനം പ്രതി ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നിൻ്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു, നിൻ്റെ ആത്മാവിനുള്ളതിനെ തീ കത്തിക്കണമേ. അത് വചനം വായിച്ചാലേ ഉണ്ടാകത്തുള്ളൂ. വചനം കേൾക്കാതെ ഒരിക്കലും. ആത്മാവിൻ്റെ ഭക്ഷണം ദൈവവചനമാണ്. ആത്മാവിൻ്റെ ജീവൻ ദൈവവചനമാണ്. ആത്മാവിൻ്റെ ജഡമായി മാറിയത് ദൈവവചനമാണ്. അത് ക്രിസ്തു തന്നെയാണ്. അപ്പോൾ അവനെ അറിയാതെ നമുക്കിത് ഉണ്ടാകത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഴയ നിയമത്തിൽ എഴുതി വെച്ച് പറയുകയാണ്. അതിനു മുമ്പുള്ള സ്ഥിതി നാശവും, നിൻ്റെ വീട്ടിൽ സന്തോഷമില്ല, ചിതറിക്കിടക്കുന്നു, മുള്ളും പറക്കാരെയും കാട്ടുകഴുത വസിക്കുന്നു. പക്ഷേ എപ്പോഴാണ്? ഉയരത്തിൽ നിന്ന് ആത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കി അപ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയത്വമായിരിക്കും. നമ്മളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായി മാറും. വനമായി മാറുമ്പോൾ അതിനകത്ത് സമ്പത്തിൻ്റെ ഒരു കലവറയാണ്. അവിടെ എന്തുണ്ടാകുന്ന പറഞ്ഞത്? അവിടെ ന്യായമുണ്ടാകും. ഇവിടെ സമൃദ്ധി വന്നുകൊണ്ട് വഴക്കില്ല, ഇവിടെ ന്യായം വസിക്കുന്നു. ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയത്വവുമായിരിക്കും.
സമാധാനം, നിർഭയത്വം, സന്തോഷം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് തരുന്നത്. കർത്താവ് വ്യക്തമായിട്ട് വചനം എഴുതി വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ടത്. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം, ഓവർഫ്ലോ ചെയ്യണം. ഒരു പാത്രമായിട്ട് നമ്മളെ കാണുന്നുവെങ്കിൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ആത്മനിറവ് കൊണ്ട് നിറച്ചിട്ട്, വചനം കൊണ്ട് നിറച്ചു കഴിഞ്ഞ് അകത്തുനിന്ന് പിന്നെ ശുദ്ധി ചെയ്തത് പുറത്തോട്ട് വന്നിട്ട് അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം നമുക്ക് വരം തന്നിരിക്കുന്നു. നമുക്കെടുത്ത് ഉപയോഗിക്കാം. യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്ന 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ് ഞാനെന്ന് പറഞ്ഞു. എടുത്ത് വായിച്ചു നോക്ക്. കർത്താവിന് വളരെ ആഗ്രഹമുണ്ട് നശിച്ചു കിടക്കുന്ന ഭൂമികളെയും ഭവനങ്ങളെയും ദൈവത്തിൻ്റെ അനുഗ്രഹപാത്രങ്ങളാക്കി മാറ്റാൻ. നമ്മുടെ മക്കൾ അങ്ങനെയായി മാറട്ടെ. നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവോളം രട്ടെടുത്തുകൊണ്ട് കർത്താവേ നിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവരെ കുറ്റം പറയാനല്ല അവിടുന്ന് പറയുന്നത്. നീ നിൻ്റെ മുറിക്കകത്ത് കയറി അടച്ച് കർത്താവ് വാതിൽ കൊട്ടി അടച്ചിട്ട് അതിനകത്ത് ഇരിക്കുക ദൈവസന്നിധിയിൽ. കർത്താവിൻ്റെ സാന്നിധ്യം എഴുന്നള്ളി വരുന്നിടം വരെ അങ്ങനെ ചെയ്യുമ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമായി മാറും. അവിടെ നീതിയും സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും നീ വാഗ്ദത്തം ചെയ്തു. അങ്ങനെ പല തട്ടിലിരിക്കുന്ന മക്കളെല്ലാം ഏകത്വത്തിലോട്ട് കയറി വരട്ടെ. മലകളെ താഴണം, താഴ്വരകളെ പൊങ്ങി വരണം, വഴികൾ സമഭൂമിയാക്കണം. തലമുറകൾക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റിയ പോലെ ഉള്ളും പറക്കാരെയും പറിച്ചെടുത്ത് കളയുന്നു കർത്താവെ. കല്ലുകൾ പറക്കിക്കളയുന്നു. സമഭൂമിയായ നേർവഴി ഞങ്ങൾ വെട്ടിക്കൊടുക്കുന്നു. ഞങ്ങൾ മുൻപോട്ട് കയറുന്ന വഴിയിലേക്ക് അവർക്കൊരു ദീപശിഖയായിട്ട് അപ്പച്ചൻ്റെ വചനങ്ങൾ നിൽക്കുന്നു. ഇടതും വലതും ദീപങ്ങൾ കൊളുത്തി വെച്ച് കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് മറ്റു വഴികളെല്ലാം അടച്ചിരിക്കുന്നു. അതിൽ കൂടെ മാത്രം വരും. ഇരുട്ടിൽ വലിയൊരു പ്രകാശം കണ്ട് അതിൽ കൂടെ മാത്രം കയറി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും മാതാപിതാക്കളെ എല്ലാവരും ഒരേ തൊട്ടിൽ കൊണ്ടുവരുന്ന ഏക ആത്മാവ് പരിശുദ്ധാത്മാവിനെ ഇട്ട് തന്നതിന് സ്തോത്രം. ഇത് ഞങ്ങളുടെ ഭവനങ്ങളിൽ വേണം, നമ്മുടെ സഭകളിൽ വേണം, ചേർച്ചിൽ വേണം, നമ്മുടെ കൂട്ടായ്മകളിൽ വരണം. എല്ലായിടത്തും ഇത് ഇട്ട് തരണം. അപ്പം അത് ചെയ്യാൻ സാധിക്കും. ഒന്ന് മാത്രം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വചനത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ വചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നിടം വരെ നിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. നാഥൻ അത് കേട്ടതിനാൽ സ്തോത്ര, ഉത്തരം തന്നതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേൻ.